BJP പെരുന്നാട് മണ്ഡലം സെക്രട്ടറി ശ്രീ അരുൺ ചേരുന്നുണ്ട്. ശ്രീ അരുൺ, പത്തനംതിട്ട പെരുന്നാട്ടിലെ CITU പ്രവർത്തകന്റെ കൊലപാതകത്തിന് പിന്നിൽ RSS BJP സംഘമാണ് എന്നുള്ള ഒരു വ്യാജ പ്രചരണം CPM നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും മനഃപൂർവ്വമായി സൃഷ്ടിക്കുകയുണ്ടായി. FIRന്റെ പകർപ്പിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് ഇതിലെ പ്രതികൾ CITU DYFI അംഗങ്ങളാണ് എന്നുള്ളത്. എന്നിട്ടും ഇങ്ങനെ ബോധപൂർവമായ ഒരു വ്യാജ പ്രചരണം നടത്തിയതിന് പിന്നിലുള്ള ലക്ഷ്യം എന്താകാം? നമസ്കാരമുണ്ട്. ഇതിനകത്തിലെ പ്രതികളായിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന നിഖിലേഷ് ഇവരുടെ ടിപ്പർ ഡ്രൈവേഴ്സ് യൂണിയൻ ഉണ്ട് CITUവിന്റെ, അതിലെ കമ്മിറ്റി അംഗമാണ്. അതുപോലെ തന്നെ മറ്റുള്ള പ്രതികളായിട്ട് ഉള്ളവരെ DYFI മടുത്തുമൂഴി യൂണിറ്റ് കമ്മിറ്റികളിലെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള നിതിൻ മധുവാണ്. വേറൊരു പ്രതി കമ്മിറ്റി അംഗം സുമിത്ത്. അങ്ങനെ ഇവർ ഉൾപ്പെടെയുള്ള ഒരു CPMന്റെ തന്നെ അല്ല CPM DYFIയുടെ ആൾക്കാർ തന്നെയാണ് ഈ കൊലപാതകളെല്ലാം. അപ്പൊ ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഇവരിപ്പോൾ ഇവരുടെ ഈ സർക്കാരിന്റെ പ്രവർത്തനം, അതുപോലെ ഈ CPMലെ തന്നെ പല ആൾക്കാരും ഇപ്പൊ മാറി നിൽക്കുകയാണ്. പല രീതിയിൽ ഇവരെ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ എല്ലാം ഒന്നിപ്പിക്കുക, അതുപോലെ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ജനദ്രോഹപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലൊരു കേസ് CPMന്റെ ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ BJPയുടെയും അതുപോലെ RSSന്റെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പ്രതികളിൽ ആർക്കും BJPയുമായിട്ടോ RSSുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇവരുടെ ആരുടെയെങ്കിലും ഏതെങ്കിലും ഫോട്ടോകൾ ഇവർക്ക് കാണിക്കാൻ സാധിക്കുമോ ഏതെങ്കിലും BJPയുടെ പരിപാടിയിൽ പങ്കെടുത്തതായിട്ടുള്ളത്? എന്നാൽ ഈ പ്രതികളെല്ലാം CPMന്റെയും DYFIയുടെയും പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ളതായിട്ടുള്ള എല്ലാ തെളിവുകളും നമ്മുടെ പക്കലുണ്ട്. നമ്മളത് എവിടെയും കാണിക്കാൻ തയ്യാറാണ്. നമ്മുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള സൂര്യചേട്ടന് ഇപ്പോൾ തന്നെ ഇതിന്റെ പ്രസ്താവന ഇറക്കുന്നതാണ്.